ഹലോ ഗൈസ്, ഇന്നലെ ഞാൻ മാൽക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം കിട്ടില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോഴാണ് അതിൻ്റെ ഈ ഒരു പെട്ടീൻ്റെ കണ്ണിൽ വെട്ടത്. ഇതേം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നും പണ്ട് എന്തൊരു സാധനം കിട്ടിയാലും അത് കളയാനുള്ളൊരു മെൻറ്റാലിറ്റി എനിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ളൊരു ഇതാണ് ചെറുപ്പം മുതലേ. അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് മണി പ്ലാന്റ് നടാന്ന്. അപ്പം ഞാൻ മണി പ്ലാന്റിൻ്റെ ചെടിയിൽ പോയിട്ട് ഒരു തണ്ട് മുറിച്ചെടുത്ത്, പിന്നെ വെള്ളത്തിലിട്ടൊരു മണി പ്ലാന്റ് ഉണ്ടായിരുന്നു, ഒരുപാട് പേര് വന്നത്. അപ്പോൾ അതിൽ നിന്നൊന്നെടുത്ത് വന്നു. അതിനെ പിന്നെ കട്ട് പീസസ് ആക്കിയിട്ട് ഞാൻ നട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ മണി പ്ലാന്റിൻ്റെ ഓരോ ലീഫിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നടാമല്ലോ. ഏറ്റവും സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് മണി പ്ലാന്റ്. ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൽ ഒന്നും ഇട്ടിട്ടില്ല, മണ്ണല്ലാതെ വേറെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഡ്രെയിനേജ് ഹോളിൻ്റെ അവിടെ ഒരു കല്ല് വെച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മണ്ണിട്ടെടുത്ത് മണി പ്ലാന്റ് നടുന്നു. സിമ്പിൾ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ മണി പ്ലാന്റൊക്കെ നടാറുള്ളത്. ആദ്യമൊക്കെ നല്ല വളങ്ങളൊക്കെ ഇട്ടിരുന്നു കേട്ടോ, ഇപ്പോൾ ഒന്നും ഇടാറില്ല. ശരിക്കും നമ്മൾ ചെടികളിടുമ്പോൾ അതിൻ്റേതായ വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്ത് വളർത്തണം. ഇപ്പം നമുക്ക് അതൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുന്നത്. നമ്മളുണ്ടല്ലോ ഈ ചെടികളൊക്കെ സ്നേഹിച്ച് തുടങ്ങിയ ഈ കൊറോണ കാലത്ത് ഒത്തിരി പേര് ചെടികളെ ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു സമയം സ്പെൻഡ് ചെയ്തിരുന്നത്. അന്ന് നമുക്ക് വേറെ ഒന്നുമില്ല, ഒരു ഓപ്ഷനില്ല, പുറത്തേക്ക് പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ചെടികളോട് നമ്മൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് വേറെ ഒരു രസം. മണി പ്ലാന്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് സിമ്പിളായിട്ട് വളർത്താനും പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ ഓരോ ലീഫിൻ്റെ അവിടെ നിന്നും വേരുകൾ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചെടിയൊക്കെ നട്ടെടുത്ത് സിമ്പിളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത്. ആദ്യ ദാഹജലം, വെള്ളമാണല്ലോ പ്ലാന്റ്സിൻ്റെ എല്ലാം. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.